ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിരന്തരമായി ചെലുത്തുന്ന ഭീഷണി, ഭയപ്പെടുത്തൽ, ഉപദ്രവങ്ങൾ, ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഇതിനെയാണ് നമ്മൾ ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഗവേഷണങ്ങൾ പറയുന്നത് ഒരു കുട്ടിയുടെ ഡിഫൻസ് മെക്കാനിസം, ഈഗോ ഡിഫൻസസിൽ ഒന്നായിട്ടാണ് ഇന്ന് ബുള്ളിയിങ് കണക്കാക്കപ്പെടുന്നത്. ബുള്ളിയിങ്ങിന്റെ കാരണങ്ങൾ ലോ സെൽഫ് കോൺഫിഡൻസ്, ഇമോഷണൽ കൺട്രോളിന്റെ ഒരു അഭാവം, കുടുംബത്തിൽ നിന്നും കിട്ടുന്ന പിന്തുണയുടെ അഭാവം. മറ്റൊരു കാരണം വരുന്നത് മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. പല കുട്ടികളും വളരെ ഗോറി ആയിട്ടുള്ള വയലന്റ് സീൻസ് കാണുമ്പോൾ പോലും അവർക്കത് നോർമൽ ആവുകയാണ്. ഈ കുട്ടികൾ മുതിർന്ന വ്യക്തികളിലേക്ക് വരുമ്പോൾ ആൻസൈറ്റി, ഡിപ്രഷൻ, സ്വയം മുറിവേൽപ്പിക്കാനുള്ള ടെൻഡൻസി എല്ലാം ഉള്ളതായി കാണിക്കുന്നു. ഇതിൽ തീർച്ചയായിട്ടും ഫാമിലിക്കുള്ള റോള് വലുതാണ്. ഒന്ന്, ഇങ്ങനൊരു ബുള്ളിങ് ഒരു ഇൻസിഡന്റ് വരുമ്പോഴത്തേക്ക് അതിനെ അഡ്രസ് ചെയ്യുക, ഈ ബുള്ളി ചെയ്ത കാരണം എന്താണെന്ന് മനസ്സിലാക്കി അഡ്രസ് ചെയ്യുക എന്നതാണ്. പല സ്കൂളുകളും സ്കൂൾ കൗൺസിലേഴ്സിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. സ്കൂൾ കൗൺസിലറും ടീച്ചേഴ്സും മാനേജ്മെന്റും കൂടി ചേർന്നിരുന്ന് ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുടെ എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി ഓരോ ഇൻസിഡന്റിനെ അഡ്രസ് ചെയ്യുക എന്നതാണ് ഇതിലെ മെയിൻ ഒരു ഇന്റർവെൻഷൻ പറയുന്നത്. പ്രൊഫഷണലായിട്ട് കൗൺസിലറിന്റെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് തേടി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.